ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം 5:45 നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലേക്കാണ്. എന്തിനാ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയേ പറയാട്ടോ. പിന്നെ ട്രെയിൻ അരമണിക്കൂർ ലേറ്റാണ്. 6 മണിക്ക് എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ 6:35 കാണിക്കുന്നത്. ഞാൻ അതാ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് എനിക്ക് വഴികാട്ടിയായിട്ട്. അങ്ങനെ ട്രെയിന് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ബോറടിച്ചപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഞങ്ങളിത് കോഫി കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, കോഫി കിട്ടിയിട്ടുണ്ട്. അല്ല, ഞങ്ങൾ ചായ കുടിച്ച് ഇറങ്ങി കേട്ടോ. സോറി, കോഫിയാണ് കുടിച്ചത്. ഞാൻ മറന്നുപോയി എന്താ കുടിച്ചത്. അതിൻ്റെ ഇടയിൽ ഒരാള് എന്താ കുടിച്ചിട്ട് അവരെന്താ ചായ എന്താണ് കുടിച്ചു തോന്നുന്നു. അത് കുടിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് 5 ആൾക്കാർ മുങ്ങി. വയസ്സായ ഒരാള്. അവിടെ നിന്ന് അവര് ചീത്ത പറയണ്ടോ. ഞങ്ങളങ്ങനെ കണ്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നു. ഇവിടെ പ്ലാറ്റ്ഫോം 4 വെയിറ്റ് ചെയ്യാണ്. 4 5 ട്രെയിൻ വരുന്നത്. കുഞ്ഞുണ്ണൂനാണെങ്കിൽ നല്ല ഉറക്കക്ഷീണുണ്ട്. രാവിലെ നേരത്തെ എണീച്ചതിൻ്റെ. സാധാരണ എത്ര മണിക്കാണ് കുഞ്ഞുണ്ണു എണീക്കാറ്? ഇന്നലെ ഞാൻ 8:30 നീച്ചു. 8:30 നീച്ചു. ഏട്ടന് മറ്റേ പോണം പറഞ്ഞിട്ട്. അല്ലെങ്കിൽ 9 മണിയാവും എന്തായാലും. അതിൻ്റെ ഒരു ഉറക്കച്ചടവാണ് കുഞ്ഞുണ്ണൂൻ്റെ മുഖത്ത് കാണുന്നത്. ആള് ഭയങ്കര ടയേർഡാണ്. ഇന്നലെ നേരെ ഉറക്കം ശരിയായിട്ടില്ല. രാത്രി മൊത്തം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞുണ്ണൂനൊരു ഡൗട്ടുണ്ട്. ഇതറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കണം. കുഞ്ഞുണ്ണു എന്തായിരുന്നു ഡൗട്ട്? സൂര്യൻ എപ്പോഴും ഉദിക്കാന്ന്. സൂര്യൻ എത്ര മണിക്കാണ് വരികയെന്ന്. എപ്പോഴും സൂര്യൻ നന്നായി ഉദിച്ച് എന്താ പറയുക, ശരിക്കും എണീക്കാറുള്ളൂ. ഇതിന് നേരത്തെ എണീച്ചതിൻ്റെ അഹങ്കാരമാണ് കാണുന്നത്. നമ്മുടെ കോച്ച് പൊസിഷൻ വരുന്നത് 7 ഞങ്ങളിപ്പോൾ 17 എത്തിയിട്ടേ ഉള്ളൂ. 7 ആദ്യം ഇരുന്നത് 23 ഇനി 7 നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് എത്തുന്നില്ല. റഫീഖ് മാമോട് അവിടെ വിടാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അയ്യോ, നടക്കാൻ വയ്യ. രാവിലെ ഉറക്കശീലം അതിൻ്റെ കൂടെ ഈ നടത്തം അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ട്രെയിനിൽ പോയിട്ട് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ നടന്ന അത്രയും കൂടി തിരിച്ച് നടക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. 7 അവിടെ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നിട്ട് ഒരു പണി കിട്ടി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. പക്ഷെ ട്രെയിന് വേറെ ആയിരുന്നു. ഞങ്ങൾ ട്രെയിന് മാറി കയറി വരെ ചെയ്തു. ഏതോ ഒരു എന്താ പട്ടി പീഡിപ്പിക്കുന്നോളോ പട്ടി. പോയി. ഈശ്വര, എന്തോ നീ പറഞ്ഞ് കേട്ടു കേട്ടോ. പട്ടി ഉണ്ടോ? കിളീനെ ഓടിച്ചതാണ്. ഒരിക്കൽ പട്ടിയുടെ കടി കിട്ടിയിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് കുറച്ച് വിട്ട് നടക്കുന്നത് നന്നായിരിക്കും. എനിക്ക് കടി കിട്ടിയതല്ല, അറിയാണ്ട് കടിച്ചതാണ്. ഇടിയുണ്ടോ? ലിയോന്റെ പല്ല് മേത്ത് ഒരഞ്ഞിട്ട് മുറിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ. എന്റെ കാലില് നല്ല രീതിയിലൊരു പട്ടി കടിച്ചിട്ടുണ്ട്. അതെ, രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ് രാവിലെ തന്നെ കുട്ടീനെയൊക്കെ കൂട്ടാണ്ട് പോയതാണ് ഒറ്റയ്ക്ക്. നോക്കുമ്പോൾ അവിടെ എത്തിയപ്പോണ്ട്, എടാ പട്ടി കടിച്ചോടാ. ഞാൻ ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലാണ് എന്ന് വിളിച്ചിട്ട്. രാവിലെ ഞങ്ങൾ പേടിച്ചു. എന്നാലും പിന്നെ കുഞ്ഞാവിനെ വേറെ കുഴപ്പമില്ല വിചാരിച്ചു. അപ്പൊ തന്നെ ചോദിച്ചു പട്ടിക്ക് എന്തെങ്കിലും പറ്റിയോന്ന്. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല. എന്നോട് ഇവിടെ നിന്നിട്ട് റീൽ എടുക്കാനുള്ള വീഡിയോസ് എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഒരാൾ ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ വീഡിയോ എടുക്കുകയാണെന്നാണ് കുഞ്ഞാടെ വിചാരം. അതിനുള്ള പോസൊക്കെ. കുഞ്ഞണ്ണ ഒറ്റ മൈനേനെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞണ്ണൂനെ തല്ലണം എന്നാ പറയുന്നത്. ഇല്ല, ഞാൻ അടുത്ത മൈനെ കണ്ടുപിടിക്കാൻ. ശരി, ആ കുഞ്ഞണ്ണൂൻ്റെ വിശ്വാസമല്ലേ, നമുക്ക് അത് നടത്തി കൊടുക്കാം. തല്ലട്ടെ. മതിയോ? പറഞ്ഞില്ലേ 2 മൈനെ കണ്ടുപിടിക്കാൻ പോകണമെന്ന്. കണ്ടുപിടിച്ചു ഞാൻ 2 മൈനെ കൊടുക്കും ചെയ്തു. അത് കുഴപ്പമില്ല, അതങ്ങനെ വേനിച്ചൊന്നുമില്ല. ഇവിടെ രാവിലെ നീച്ച ശരിക്കും അടിപൊളിയാട്ടോ. എന്തൊക്കെ പക്ഷിനെ കണ്ടു ഇവിടെ വന്നിട്ട് വെച്ചിട്ടാ. സൂര്യ അവിടെ നിന്നുള്ള ആ വെളിച്ചവും എന്ത് രസം വെച്ചിട്ട് രാവിലെ എണീറ്റപ്പോ. സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കര ബോറിങ് പരിപാടിയായിരുന്നു. പിന്നെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. നല്ല തണുപ്പ്. കാരണം എൻ്റെ വീട്ടിലായിരിക്കണേ. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ. ഇനി എന്തായാലും ഞാനത് ട്രൈ ചെയ്യില്ല, കാരണം എനിക്ക് വയ്യ രാവിലെ നിൽക്കാൻ. ഞങ്ങൾ വീണ്ടും ട്രെയിൻ മാറി കയറേണ്ടതായിരുന്നു.
പക്ഷേ കുഞ്ഞണ്ണുവിൻ്റെ ബുദ്ധിപരമായ നീക്കം കാരണം ഞങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നോട് പറയണേ, ഇവിടെ നിന്നിട്ട് പറയണേ ഇത് നമ്മുടെ ട്രെയിൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നോക്കിയോണ്ട് നിൽക്കാം. ഞാൻ പറഞ്ഞു ഇതല്ല നമ്മുടെ ട്രെയിൻ, അല്ല നോക്കട്ടെ. ഒന്നും അറിയില്ല, ഞാൻ ഇപ്പം എവിടേക്കെങ്കിലും കയറി പോയായിരുന്നു. എവിടേക്കെങ്കിലും അല്ല, തിരുച്ചിറപ്പള്ളിയിലേക്ക്. സ്ഥലം കൂടെ നേരെ പറയാൻ കിട്ടില്ല എനിക്ക്, എന്നിട്ടാണ് ഞാനിപ്പോൾ അവിടെ പോയി ഇറങ്ങണേ. അയ്യോ, ആംഗ്യഭാഷ കാണിച്ച് മനസ്സിലാക്കിപ്പിക്കാൻ പോലും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തമിഴ് അറിയാം. തിരുച്ചിറപ്പള്ളി തമിഴല്ലേ? അറിയും. ഹിന്ദി ആണെങ്കിൽ എന്തെങ്കിലും കുഞ്ഞാ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെ അവസ്ഥ. കാരണം ഞങ്ങളൊരു ടൂർ പോകാൻ പ്ലാൻ ഇട്ടു, തലേ ദിവസം രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ അതാണ് പൊളിഞ്ഞു. ഇപ്പോൾ ഇവിടെ രാവിലെ പൊരിഞ്ഞ് പുറപ്പെട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എത്തി നോക്കുമ്പോൾ ട്രെയിന് എത്ര നേരം ഇപ്പോൾ 1 മണിക്കൂറായി അയാളോട് ഇരിക്കാതെ തുടങ്ങിയിട്ട്. 5:40 വന്നതാണ് ഇവിടെ. ട്രെയിന് പോകണം. കുഞ്ഞിന് എന്തിനാ കുഞ്ഞിന് കരയണ്? കുഞ്ഞിന് കോട്ടുവായിട്ടിട്ട് കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. ഇപ്പൊ ശരിക്കും നമ്മുടെ ട്രെയിന് വരുന്നുണ്ട്. എപ്പോഴത്തെയും പോലെയല്ല കേട്ടോ, അപ്പൊ ശരിക്കും നമ്മുടെ ട്രെയിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, അവർ വിളിച്ചു പറയുന്നത് കേൾക്കും. അങ്ങനെ ഞങ്ങളുടെ ട്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുഞ്ഞിന് എന്താണ് പറയാനുള്ളത്? പക്ഷെ ഒരു രക്ഷയില്ല ഗൈസ്, ഞങ്ങൾ അവിടെ എത്തിയിട്ട് മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ. 10 മണി വരെ വിശന്നിരിക്കുക. 10 മണിയല്ലേ, ട്രെയിൻ ലേറ്റ് അല്ലേ? 10-15 മണിയാവും എത്തുമ്പോ. അപ്പൊ നമ്മളവിടെ എത്തുമായിരിക്കും ഗൈസ്. ഞങ്ങൾ അങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മുടെ നമ്പർ 24 അല്ല 32. ഞങ്ങളുടെ നമ്പർ കണ്ടുപിടിച്ചിരിക്കുന്നു. എൻ്റെ സീറ്റ് താഴെയും കുഞ്ഞനൂൻ്റെ സീറ്റ് മേലെയാണ് ഗൈസ്. ഞാൻ കുഞ്ഞനൂനോട് പറഞ്ഞു ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഈ താഴെ ഇരിക്കാന്ന്. അപ്പോൾ കുഞ്ഞനൂർ ഞാൻ മേലേക്ക് പോകുന്നു. കുഞ്ഞണ്ണു ഇവിടെ എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കുകയാണ് ഗൈസ്. എന്താ കുഞ്ഞണ്ണു, എന്താ പോയത്? ഈ പത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരാള് ഭയങ്കര ഉറക്കാണ്, കേറിയപ്പോ തുടങ്ങിയ ഉറക്കാണ് കേട്ടോ. ഫോണൊക്കെ ചാർജിലിട്ട് എന്നോട് മേലേക്കൊന്നും കയറണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ മേലെ പോയി കിടക്കാതെ, വേണ്ട അവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു, സംസാരിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞു. ട്രെയിനിൽ കയറി അപ്പത്തേനും ഉറങ്ങിയിരിക്കുക, ഫോൺ ചാർജിലോട്ടിട്ട്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാടിൽ ഇത്രയും കാടുള്ള കാരണം കൊണ്ടായിരിക്കുമോ പാലക്കാട് എന്ന് പേര് വന്നിട്ടുണ്ടാവും. എൻ്റെ അടുത്ത ഡൗട്ടാണ്. ഞാൻ ഇവിടെ ട്രെയിനിൽ കയറി തൊട്ടിട്ട് ഫുള്ള് കാടാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പാലക്കാട് എന്ന് പേര് വന്നിട്ടുണ്ടാവും അല്ലേ. ഒരു അടിപൊളി ഗ്രാമമായിട്ട് അവിടേക്ക് എത്തിയപ്പോഴത്തേനും നല്ല രസമുണ്ട്. ട്രാക്ടറും ചെറിയ ചെറിയ വീടൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അവിടെ എന്തോ ഒരു കിണർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, എന്തോ വലിയ കിണറെന്തോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു കേട്ടോ. നല്ല രസമില്ലേ ഇവിടെയൊക്കെ കാണാൻ. കുഞ്ഞാവ് ഇതൊന്നും കാണുന്നില്ല, കുഞ്ഞാവ് ഭയങ്കര ഉറക്കാണ്. കുറച്ച് നേരം അപ്പുറത്തേക്ക് തിരിഞ്ഞ് കിടന്ന ആളിപ്പോൾ എൻ്റെ മടി വന്ന് കിടന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. കുഞ്ഞിനെ വിശന്നിട്ട് ഇരിക്കാൻ വയ്യ പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് ഇരിക്കുകയാണോ. വിശക്കുമ്പോൾ സ്നിക്കേഴ്സ് എടുക്കൂ, വിശപ്പ് മാറ്റോ. 10:40 ട്രെയിൻ അവിടെ എത്തുള്ളൂ. കുഞ്ഞിൻ്റെ മേലെ ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ് കേട്ടോ. പക്ഷെ ഞാൻ സ്നാക്സ് വാങ്ങിയിട്ട് പറഞ്ഞിട്ട് മെല്ലെ താഴത്തേക്ക് ഇറക്കിയതാണ്. രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. കുഞ്ഞു ഉറക്കത്തുനിന്ന് എണീച്ച് വന്നതുകൊണ്ട് കിളി പോയ പോലെയാണ് ഇരിക്കുന്നത്. ഗൈസ്, സത്യം പറഞ്ഞാൽ ഷുഗർ കട്ടൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ നടന്ന് ഞങ്ങൾ ഷുഗർ കഴിക്കും. രാവിലെ ഞങ്ങൾ കുടിച്ചത് വിത്തൗട്ട് കോഫി ആയിരുന്നു, എന്നിട്ടിപ്പം ഞങ്ങൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നു. ഗൈസ്, അപ്പോൾ ഞങ്ങളെപ്പോലെ പ്രത്യേക തരം ഷുഗർ കട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. കോഫിയൊക്കെ ഞങ്ങൾ ഷുഗർ ഇടാതെയാണ് കുടിക്കുക.
പക്ഷെ ചോക്ലേറ്റ് ഇങ്ങനെ ക്രേവിങ്സ് വന്നാൽ കഴിക്കും. മധുരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എരിവ് അത് നിർബന്ധ. റൈസ് ഞുഞ്ഞു തേഞ്ഞു. ഞുഞ്ഞുവിൻ്റെ ചിപ്സ് ഫുൾ ചെറിയ ചെറിയ പീസാണ്. പക്ഷെ എൻ്റെ നോക്കൂ അത്യാവശ്യം വലുപ്പമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എരിവ് കഴിച്ചാൽ മധുരം കഴിക്കണം, മധുരം കഴിച്ചാൽ വീണ്ടും എരിവ് കഴിക്കണം. അങ്ങനെ ഒരു പ്രത്യേക തരം ജീവികളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ എരിവ് കഴിച്ചതിന് ശേഷം വീണ്ടും മധുരം കഴിക്കാൻ ഞങ്ങൾ ഒരു സ്നിക്കേഴ്സ് കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്നിക്കേഴ്സ് കഴിഞ്ഞാൽ അടുത്തത് എരിവിന് ഞങ്ങൾ എന്ത് കഴിക്കുമെന്നറിയില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നിരിക്കുന്നു. ഇനി അവിടെ എത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം. ഞങ്ങളുടെ ഈ തീറ്റയെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ തിന്നാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങളൊരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതെന്താന്നുള്ളത് ഞങ്ങൾ പിന്നെ പറയാം. ഒരു സ്നിക്കേഴ്സ് കൂടെ കഴിക്കാനുള്ള വയറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനും ലിനിയും കൂടെ ഒരു സ്നിക്കേഴ്സ് ഹാഫ് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഇത് ഹാഫ് അല്ല ഗൈസ്, എനിക്ക് ക്വാർട്ടറേ കിട്ടിയുള്ളൂ. ഇവിടെ കുഞ്ഞുണ്ണൂന് കളിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു നാണമില്ലാതെ എടുത്ത് കളിക്കാൻ നോക്കുന്നു. ഞങ്ങൾക്ക് വെള്ളം വേണം ഗൈസ്, വെള്ളം വേണം. വെള്ളം കിട്ടാൻ വഴിയില്ല. കുറെ നേരമായി നോക്കി നിൽക്കുന്നു. തന്നിക്കേണ്ടതൊക്കെ വാരി വലിച്ചു തന്നിട്ട് ദാഹിച്ചിട്ട് വയ്യ, തൊണ്ടേന്ന് ഇറങ്ങിയിട്ടില്ല. നമ്മുടെ അപ്പുറത്തെ ട്രെയിനിൻ്റെ അവിടെ നിന്ന് എന്തൊക്കെ പുക വരുന്നുണ്ടായിരുന്നു. കുഞ്ഞാവെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ഫുഡ്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം. ഫുഡ് മുഖ്യം പിടിക്കലേ. ഞങ്ങളപ്പോൾ അങ്ങനെ സേലം എത്തിയിരിക്കുകയാണ്. അടുത്തത് അത് എവിടേക്കാണ് നടക്കുന്നതെന്ന് അറിയില്ല അല്ല. അയ്യോ, അങ്ങോട്ടാണ് നടക്കുന്നത്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിതൊരു വിഷയമേ അല്ല. ബാഗിൽ അല്ലെങ്കിൽ സ്ഥലമില്ല, അതുകൊണ്ടുള്ള വേസ്റ്റ് ഒക്കെ കളയാൻ പോവട്ടോ കുഞ്ഞാവ. എന്തെടുത്താ കിട്ടണില്ലേ? എസ്കലേറ്ററിൽ കയറാൻ പേടി. ഞാൻ അടുത്ത് എന്ത് കാട്ടുമെന്തോ. ഗൈസ്, ഈ ഞുഞ്ഞു എന്താണ് നിങ്ങളോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടിയെന്ന് പറഞ്ഞോ? എനിക്ക് കയറാൻ പേടിയില്ല, ഇറങ്ങാനാണ് പേടി. എന്തോ ഹൈറ്റ് എനിക്ക് ഇത്തിരി പേടി കൂടുതലാണ്. ഞങ്ങൾ എന്നെ കൂട്ടാതെ എസ്കലേറ്ററിൽ ഇറങ്ങാൻ പോയി. എന്തേ പോണില്ലേ? അവിടെ ഉണ്ടാവണം കേട്ടോ. ഓ ആയിക്കോട്ടെ. ഇല്ലല്ലോ. ഇല്ലില്ല, ഇവിടെ തന്നെ എത്തുള്ളൂ. എനിക്ക് ഇറങ്ങാൻ കുറച്ച് പേടിയാണ്. സോ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്നു. എസ്കലേറ്ററിൽ അങ്ങനെ കുഞ്ഞിന് താഴെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിന് സ്വന്തം സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇല്ലാട്ടാ, നമുക്ക് 2 കാല് ദൈവം തന്നിരിക്കണം. എന്തിനാണ്? അതൊക്കെ ഉപയോഗിക്കാനാണ്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ അടയാർ ആനന്ദഭവൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ ആരെയും കാണുന്നില്ല. എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഉണ്ടല്ലേ? അങ്ങനെ നമ്മൾ ഇവിടെ അടയാർ ഭവനിൽ എത്തിയിരിക്കുകയാണ്. റോസ്റ്റൊക്കെ ക്ലോസ് ചെയ്തതാണ്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് അത് റോസ്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. കുഞ്ഞാവ് എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആൻറ്റി ഇവിടെ തന്നെ കൊണ്ടുവന്നു. ജ്യൂസ് എത്തി. ഫുഡ് എങ്ങനെയുണ്ട് കുഞ്ഞാവേ? വിശപ്പുണ്ട് കൊല്ലോ. എനിക്ക് കാണുന്ന ആക്രാന്തം മാത്രമേ ഉള്ളൂ. ഒരു റോസ്റ്റ് ഫുള്ള് കഴിക്കാൻ വയ്യാണ്ട് മതിയാക്കി ഇരിക്കുകയാണ് ഇവിടെ. വയ്യ, ക്ഷീണിച്ചു. അപ്പോഴേക്കും എനിക്ക് ഒട്ടും വയ്യ കഴിക്കാൻ. എനിക്ക് ഒത്തിരി കയറ്റാണ്. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്താ കഴിക്കാൻ വയ്യ. എല്ലാം വേണം എന്നാൽ എല്ലാം കഴിച്ചു പോകാതിട്ടില്ലേ. നമുക്ക് ഇവിടുന്ന് പുതു ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. പിന്നെ അവിടെ നിന്ന് വേണം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള
ബസ് കയറാൻ. നല്ല വെയിൽ. സൺഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചാലോ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കും. ഇതിലല്ലേ ഗൈസ്, ഒരു കാര്യം അറിയോ, ആ അണ്ണാച്ചി ഞങ്ങളെ പറ്റിക്കാൻ നോക്കി. ഞങ്ങളുടെ ഈ ലുക്കൊക്കെ കണ്ടിട്ടേ പുതു ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റേ പോകാനുള്ളൂ. അതിന് 200 രൂപ ചോദിച്ചു. ഞങ്ങൾക്ക് ഈ ലുക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ അങ്ങേർക്ക് അറിയില്ല. അത് പോട്ടെ, നമുക്ക് അങ്ങോട്ട് പോകാനല്ലേ പറഞ്ഞ്? അല്ല, ഇവിടുന്ന് ബസ് കയറാനാ പറഞ്ഞു. ഇവിടുന്ന് ബസ് കയറണമെങ്കിൽ അങ്ങോട്ടാണ്. അങ്ങനെ ഞങ്ങളെ പറ്റിക്ക് സമ്മതിക്കില്ല ഞങ്ങൾ. ഗൈസ്, ആ ഓട്ടോക്കാരൻ ഞങ്ങളുടെ പിന്നാലെ വന്നു. ഗൈസ്, എത്ര തരും, 120 തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളില്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ ബസ്സിൽ പോവാറുണ്ട്. ആദ്യം ഒരാൾ 200 രൂപ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ ഞങ്ങളുടെ പിന്നാലെ വന്നിട്ട് 120 രൂപയ്ക്ക് വരുന്നത് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നിട്ട് നിങ്ങൾ എത്ര തരും എന്ന് ചോദിച്ചു. എത്രയും മീൻസ് എவ்வளോ തരും ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതെ നിന്നു. ഞങ്ങൾ ബസ്സിൽ പോകാന്ന് പറഞ്ഞു. അപ്പോൾ 100 രൂപയാவது തരുവീങ്ങളാന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ പിന്നാലെ വന്നു. ഗൈസ്, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, റിജക്ട് ചെയ്തു. എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ അയാൾ അപ്പോഴേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഞങ്ങളോടാണ് കളി. ഞങ്ങൾ ബസ് കണ്ടുപിടിച്ചിരിക്കുകയാണ്, 13 നമ്പർ ബസ്. ഓട്ടോച്ചേട്ടന്മാരെ ഞങ്ങൾ അങ്ങനെ പറ്റിക്കാൻ കഴിയില്ല. ഞങ്ങൾ 13 നമ്പർ ബസ്സിൽ കയറാൻ പോവുകയാണ്. ഞങ്ങൾ അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇനി പുതു ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് വേറെ ബസ് കയറാനുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് അടുത്ത് കയറാനുള്ള ബസ് ചേട്ടൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് ലക്ഷ്യമിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും അടുത്ത ബസ്സിൽ കയറി. അതെ, സംശയം. അതായത് പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ ഏത് ലെവലായിരിക്കും? ബസ്സിലെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഓട്ടോയിൽ കയറി. ഇവിടുന്ന് 3.5 കിലോമീറ്ററുള്ളൂ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക്. പക്ഷെ 200 രൂപയെന്നാണ് പറയുന്നത്. നമുക്ക് പിന്നെ വേറെ വഴിയില്ല, ഇനി തിരിച്ച് വീട്ടിലെത്തണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് ഓട്ടോയിൽ തന്നെ കയറി. നമ്മുടെ കുഞ്ഞുണ്ണിന് വീണ്ടും വിശക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കുഞ്ഞുണ്ണു വീണ്ടും സ്നിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ആ ട്രെയിനിൽ ഞങ്ങൾ സ്നിക്കേഴ്സിന്റെ മേലെ കിടന്ന് ഉറങ്ങിപ്പോയി. അത് ചമ്മന്തി ആയിട്ടുണ്ട്. ആര് കിടന്നാലും ചമ്മന്തി ആയിട്ടുണ്ട്. ആ ചമ്മന്തിയാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വീണ്ടും തിരിച്ച് സേലം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതിനിടയിലുള്ള വ്ളോഗൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദിലീപ് കൊച്ചി രാജാവിൽ കാവടി തുള്ളി പോകുന്ന പോലെ പോയ ആൾക്കാരാണ്. ഇപ്പം ഞങ്ങളുടെ കോലം കണ്ടില്ലേ. രാവിലത്തെ ആ റോസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഫുഡ് ഓർഡർ ചെയ്തു. സമയം രാത്രി 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 11 മണിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഒരു ലോക്കൽ പാക്കിംഗ് ആയിരുന്നു. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ കവർ തന്നെ കൈയിട്ട് കഴിച്ചു. നല്ല വിശപ്പുണ്ടേ, വേറെ ഒരു വഴിയുമില്ല. അപ്പം ഞാനും കുഞ്ഞിനും ആക്രാന്തത്തോടെ ഫുഡ് കഴിക്കുന്ന കാണുന്നു.